ഒരിക്കൽ ഒരു കുശവന്റെ കടയിൽ ഒരു നനഞ്ഞ മണ്ണിന്റെ കഷണം കിടന്നിരുന്നു. കുശവൻ ആ മണ്ണിനെ തന്റെ ചക്രത്തിൽ വെച്ചു അതിനെ ഒരു മനോഹര പാത്രമാക്കി തീർക്കാൻ തുടങ്ങി. കുശവൻ ചക്രം തിരിക്കാനും മണ്ണിനെ അല്പം അമർത്താനും തുടങ്ങിയപ്പോൾ മണ്ണ് നിലവിളിച്ചു. അയ്യോ, വേദനിക്കുന്നു, ഇത്ര ശക്തിയായി അമർത്തരുത്, ഞാൻ തകരും. കുശവൻ മൃദുവായി പറഞ്ഞു. ശാന്തമായി ഇരിക്കൂ, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാം. ശേഷം കുശവൻ മണ്ണിനെ ഉയർത്തി അതിന്റെ നടുവിൽ വിരൽ കറക്കി ഒരു ആഴമുള്ള തുള ഉണ്ടാക്കി. മണ്ണ് വീണ്ടും വിഷമിച്ച് പറഞ്ഞു, എന്റെ നടുവിൽ തുള എന്തിനു ഉണ്ടാക്കി? നോക്കൂ, ഞാൻ ഇപ്പോൾ അപൂർണയായി, എനിക്ക് നഷ്ടമായി. കുശവൻ ഒന്നും മറുപടി പറഞ്ഞില്ല. അതിനെ ചൂളയിലെ തീയിൽ വെച്ചു. ആ തീയുടെ ചൂട് അസഹനീയമായിരുന്നു. മണ്ണ് കരഞ്ഞു, ഈ തീ എന്തിന്? ഞാൻ മരിച്ചുപോകും, നീ എന്നെ വേദനിപ്പിക്കുകയാണ്. കുറച്ചു സമയത്തിനു ശേഷം പാത്രം പൂർണ്ണമായി തീർന്നു. തണുത്തപ്പോൾ കുശവൻ അതിനെ പുറത്തെടുത്തു. അത് തിളങ്ങുന്നതും ശക്തവുമായും അത്യന്തം മനോഹരവുമായും ആയിരുന്നു. കുശവൻ അതിൽ സുഗന്ധമുള്ള പൂക്കൾ നിറച്ചു. അത് കൈകളിൽ എടുത്ത് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ മനോഹരമായ ഒരു പൂച്ചട്ടിയായി മാറിയ മണ്ണ് സ്വയം കണ്ണാടിയിൽ കണ്ടു അത്ഭുതപ്പെട്ടു. അത് കുശവനോട് ചോദിച്ചു, യജമാനാ, നീ എനിക്ക് ഇത്ര വേദന എന്തിനു നൽകി? പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നു, ഞാൻ മുൻപത്തേക്കാൾ വളരെ മനോഹരമായി മാറിയിരിക്കുന്നു. കുശവൻ സ്നേഹത്തോടെ പറഞ്ഞു, ഞാൻ നിന്നെ അമർത്തിയപ്പോൾ നിന്റെ രൂപം ശരിയായി. ഞാൻ തുള ഉണ്ടാക്കിയപ്പോൾ അത് നിന്നെ പിടിക്കാനുള്ള ഭാഗമായിരുന്നു. ഞാൻ നിന്നെ തീയിൽ വെച്ചപ്പോൾ നീ ശക്തമായി മാറി. ഞാൻ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നീ ഇന്നും ഒരു നനഞ്ഞ ഉപയോഗമില്ലാത്ത മണ്ണായി തന്നെ കിടന്നേനെ. പ്രിയ സുഹൃത്തേ, ബൈബിളിൽ യെശയ്യാവ് 64:8 ഇങ്ങനെ പറയുന്നു, യഹോവേ, നീയത്രേ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ മണ്ണാകുന്നു, നീയത്രേ ഞങ്ങളുടെ കുശവൻ, ഞങ്ങൾ എല്ലാം നിന്റെ കൈപ്പണിയാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും നിങ്ങളെ തകർക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവം നിങ്ങളെ വിട്ടുകളഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും അല്ല. ഒരു കുശവൻ മണ്ണിനെ എങ്ങനെ മനോഹരമായി രൂപപ്പെടുത്തണം എന്ന് അറിയുന്നതുപോലെ ദൈവത്തിനും നിങ്ങളുടെ ജീവിതത്തിനുള്ള പദ്ധതി വ്യക്തമായി അറിയാം. അവൻ സമ്മർദ്ദം അനുവദിക്കുമ്പോൾ അവൻ നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുകയാണ്. അവൻ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് എടുത്തുകളയുമ്പോൾ അല്ലെങ്കിൽ ഒരു ശൂന്യത ഉണ്ടാക്കുമ്പോൾ അവൻ തന്റെ കൃപയും അനുഗ്രഹവും നിറയ്ക്കാനുള്ള ഇടം നിങ്ങളിൽ സൃഷ്ടിക്കുകയാണ്. അവൻ നിങ്ങളെ അഗ്നിപരീക്ഷയിലൂടെ കടത്തിവിടുമ്പോൾ അവൻ നിങ്ങളെ തകർക്കാനല്ല, കൂടുതൽ ശക്തരാക്കാനാണ്. വിശ്വസിക്കൂ, ദൈവം നിങ്ങളെ നശിപ്പിക്കുന്നില്ല. പകരം ഉപകാരപ്രദവും മനോഹരവും വിലമതിക്കാനാവാത്തതുമായ ഒരു ജീവിതമായി നിങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുവേ, ഞാൻ എന്നെ പൂർണ്ണമായി നിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു. വേദനയും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നീ എന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കണമേ. എന്റെ ജീവിതം നിന്റെ ഇഷ്ടപ്രകാരം രൂപപ്പെടുത്തണമേ. ആമേൻ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഒരു ലൈക്ക് നൽകൂ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ, അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കൂ. കൂടാതെ ഇത്തരത്തിലുള്ള കൂടുതൽ ഹൃദയസ്പർശിയായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി.